അവിടെ വെച്ച് ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 1,00,000 സ്വലാത്തിന്റെ പ്രതിഫലമാണ്. അവിടെ വെച്ച് ആരെങ്കിലും 1 രൂപ സദക്ക ചെയ്താൽ 1,00,000 രൂപ സദക്ക ചെയ്ത പ്രതിഫലമാണ്. ഇത് കേട്ട് സഹാബത്തുൽ കിറാം അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, പരിശുദ്ധമായ ദീനങ്ങ് ലോകത്തിന്റെ നാനാഭാഗത്ത് വ്യാപിക്കും. അപ്പോൾ അവിടെ പാവപ്പെട്ടവരുണ്ടാകും, ദരിദ്രരുണ്ടാകും, വാഹനം കയറി വരാൻ കഴിയാത്ത വികലാംഗരുണ്ടാകും. നബിയെ, അവർക്കെങ്ങനെയാണ് ഈ പ്രതിഫലം ഈ മദീനത്ത് വന്നിട്ട് കരസ്ഥമാക്കാൻ സാധിക്കുന്നതെന്ന് സഹാബത്തിന്റെ ഭാഗത്തു നിന്നും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ച സമയത്ത് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹാബത്തെ, അവരുടെ നാടിൽ തന്നെ അവർക്ക് ഈ പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയും. കൊല്ലംകോട്ടുകാർക്ക് ഈ കൊല്ലംകോട്ട് തന്നെ ഈ പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. സ്വർഗത്തിന്റെ ഭൂമിയിലെ 2ാമത്തെ സ്വർഗം അല്ലാഹുവിന്റെ റസൂല് വിശേഷിപ്പിച്ചത്, എന്റെ പ്രിയമുള്ളവരെ, ഈ ഇരിക്കുന്ന മജ്ലിസ്. ഇവിടെ വെച്ചുകൊണ്ട് ആരെങ്കിലും ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 1,00,000 സുബ്ഹാനല്ലാഹയുടെ പ്രതിഫലമാണ്. ഇവിടെ വെച്ച് ആരെങ്കിലും ഒരു ദിക്ർ ചൊല്ലിയാൽ 1,00,000 ദിക്റിന്റെ പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് നീറുന്ന പേറുന്ന ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളവരാ, ധാരാളം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളവരാ. ഈ വിനീതൻ എവിടെ വാതിന് പോയാലും അതിന് മുന്നേ പറയാറുള്ളത് നമുക്ക് നീറുന്ന പേറുന്ന ധാരാളം പ്രശ്നങ്ങൾ, അതൊക്കെ മാറണമെന്ന് തവസ്സുല് ചെയ്തുകൊണ്ട് ഈ മജ്ലിസിൽ ഇരുന്നാൽ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമുക്ക് മാറ്റി ഐശ്വര്യമുള്ള ഒരു ജീവിതം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്തുള്ള ഒരു മജ്ലിസാക്കി അല്ലാഹു ഈ മജ്ലിസിനെ കബൂലാക്കുമാറാകട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഈമാനാണ് സൗഭാഗ്യം എന്നതാണ് വിഷയം. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്ന ഈമാനിന്റെ ഭാഗമാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എത്രയോ കരുണയുള്ളവനാ. അല്ലാഹു നമ്മളോട് എത്രയോ കരുണയുള്ളവനാണ്. ആ പടച്ച തമ്പുരാനോട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ എത്രയോ നന്ദി കെട്ടവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ, അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാൽ, എത്രയെത്ര അനുഗ്രഹങ്ങളാ പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അല്ലാഹു നമുക്ക് കാഴ്ച തന്നില്ലേ? അല്ലാഹു നമുക്ക് കേൾവി തന്നില്ലേ? അല്ലാഹു നമുക്ക് ഹൃദയം തന്നില്ലേ? എന്റെ പ്രിയമുള്ളവരെ, ആ പടച്ച തമ്പുരാനോട് നാം എത്രയോ നന്ദി കെട്ടവരാ. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഉദാഹരണത്തിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാഴ്ച ശക്തി നൽകിയില്ലേ? അല്ലാഹു നമുക്ക് കാഴ്ച ശക്തി തന്നില്ലേ? എത്രയോ ആളുകളാ ജന്മനാ അന്ധരായ എത്രയോ ആളുകളെ ദിനേന നാം കാണുന്നു. ഒരു പ്രിയപ്പെട്ട മാതാവിനെ കാണാൻ സാധിക്കാത്ത, പ്രിയപ്പെട്ട മക്കളെ കാണാൻ സാധിക്കാത്ത, എന്തിനേറെ തന്റെ ഭാര്യയുടെ സൗന്ദര്യം എങ്ങനെയാണെന്നറിയാൻ സാധിക്കാത്ത എത്രയോ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു, ജന്മനാ അന്ധരായവർ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാഴ്ച ശക്തി നൽകിയില്ലേ? അല്ലാഹു നമുക്ക് ബുദ്ധി നൽകിയില്ലേ? എത്രയെത്ര ആരോഗ്യവാന്മാരാ, എത്രയോ സൗന്ദര്യമുള്ള ആരോഗ്യവാന്മാർ, കാണാൻ നല്ല സുമുഖനാ. പക്ഷേ ബുദ്ധി എന്ന നിഅമത്ത് അല്ലാഹു കൊടുക്കാത്തതിന്റെ പേരില്, ബുദ്ധി എന്ന അനുഗ്രഹം അല്ലാഹു കൊടുക്കാത്തതിന്റെ പേരില് തന്റെ ഉച്ഛിഷ്ടം തന്നെ, തന്റെ മലമൂത്രം തന്നെ എടുത്തു ഭക്ഷിക്കുന്ന എത്രയോ സഹോദരങ്ങളെ നമ്മൾ കാണുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലേ? എത്രയെത്ര സഹോദരങ്ങളെയാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, വിനീതൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം വട്ടപ്പാറ ജുമാ മസ്ജിദിൽ നിന്നും വെറും 3 കിലോമീറ്റർ അകലെയാ, 3 കിലോമീറ്റർ അകലെയാ ഊളംപാറ എന്നറിയപ്പെടുന്ന മെന്റൽ ഹോസ്പിറ്റല്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഹോസ്പിറ്റൽ ഒന്ന് സന്ദർശിച്ചപ്പോൾ അവിടെ കണ്ട ഭയാനകമായ അവസ്ഥകള്, ചെറുപ്പക്കാരായ ചുണക്കുട്ടികള്, കാണാൻ നല്ല സുമുഖനാ, നല്ല ആരോഗ്യമുള്ളവനാ. പക്ഷേ ബുദ്ധി എന്ന നിഅമത്ത് അല്ലാഹു കൊടുക്കാത്തതിന്റെ പേരില്, ബുദ്ധി എന്ന അനുഗ്രഹം അല്ലാഹു കൊടുക്കാത്തതിന്റെ പേരില് കാണുന്ന കുട്ടികളോട് കോപ്രി കാണിച്ച് കല്ല് പറക്കിയെറിഞ്ഞ് ഉച്ഛിഷ്ടങ്ങൾ ഭക്ഷിക്കുന്ന അവസ്ഥ കണ്ട് പൊട്ടിക്കറിഞ്ഞില്ലേ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് ബുദ്ധി നൽകിയില്ലേ? അല്ലാഹു നമുക്ക് സമ്പത്ത് തന്നില്ലേ? അല്ലാഹു നമുക്ക് മക്കളെ തന്നില്ലേ? അല്ലാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയില്ലേ?
പക്ഷേ അള്ളാഹുവിനോട് നമ്മൾ നന്ദി കെട്ടവരാ. അള്ളാഹുവിനോട് നമ്മൾ നന്ദി കെട്ടവരാ. അള്ളാഹു നമുക്ക് നൽകിയ നിസ്സാരമായ ഒരൊറ്റ അനുഗ്രഹം ഒന്ന് നോക്കൂ എന്റെ പ്രിയമുള്ളവരെ. മഹാനായ ഹാറൂൻ റഷീദ്, വലിയ സൂഫി വര്യനാണ് ഹാറൂൻ റഷീദ്. ഹാറൂൻ റഷീദ് തന്റെ കൊട്ടാരത്തില്, ഭരണാധികാരിയായ ഹാറൂൻ റഷീദ് തന്റെ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ നാട്ടിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. ഇബ്നു സമ്മാക്ക് കടന്നു വരുന്നു. ഹാറൂൻ റഷീദ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണം കഴിക്കുകയാ. ഈ സമയത്ത് വലിയ പണ്ഡിതനായ ഇബ്നു സമ്മാക്ക് കടന്നു വരുമ്പോൾ ഇബ്നു സമ്മാക്കിനോട് ചോദിക്കുന്നു ഹാറൂൻ റഷീദ്, എന്തെങ്കിലും ഈമാൻ ഉണ്ടാകുന്ന കാര്യം പറഞ്ഞു തരണം. അന്നങ്ങനെയാ മഹാന്മാര് വലിയ വലിയ ആലിമീങ്ങളെ കാണുമ്പോൾ അവിടെ നിന്ന് ചോദിക്കുന്നത് എന്തെങ്കിലും ഈമാൻ ഉണ്ടാകുന്ന കാര്യം പറഞ്ഞു തരണമെന്ന്. എന്റെ പ്രിയമുള്ളവരെ, ഹാറൂൻ റഷീദ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു സമ്മാക്കിനോട് പറയുന്നു, എനിക്ക് എന്തെങ്കിലും ഈമാൻ ഉണ്ടാകുന്ന കാര്യം അവിടെ നിന്ന് പറഞ്ഞു തരണമെന്ന്. മഹാനവറുകൾ ഭക്ഷണം കഴിക്കുകയാ. ആ സന്ദർഭത്തിൽ ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു തആല അൻഹു ഹാറൂൻ റഷീദിനോട് ചോദിക്കുന്നു, അങ്ങ് വായിലേക്ക് വെച്ചിരിക്കുന്ന ഈ ഉരുളയുണ്ടല്ലോ, അങ്ങ് കഴിക്കാൻ വേണ്ടി താങ്കളുടെ വായിലേക്ക് വെച്ചിരിക്കുന്ന ആഹാരമുണ്ടല്ലോ, ഈ ആഹാരം അങ്ങയുടെ തൊണ്ടക്കുഴി വിട്ടിറങ്ങിയില്ല എങ്കിൽ അങ്ങയുടെ രാജ്യത്തിന്റെ പകുതി കൊടുത്ത് ചികിത്സിക്കാൻ അങ്ങ് തയ്യാറാണോ? വെറും 2 ഏക്കറോ 5 ഏക്കറിന്റെയോ ഉടമയല്ല, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാ. അങ്ങ് വായിൽ വെച്ചിരിക്കുന്ന ഭക്ഷണ അങ്ങയുടെ തൊണ്ടക്കുഴി വിട്ടുകൊണ്ട് ഇറങ്ങിയില്ല എങ്കിൽ അങ്ങയുടെ രാജ്യത്തിന്റെ പകുതി കൊടുത്ത് ചികിത്സിക്കാൻ തയ്യാറുണ്ടോ? ഇബ്നു സമ്മാക്കിന്റെ ചോദ്യം കേട്ട് ഹാറൂൻ റഷീദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, തീർച്ചയായും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഈ സമ്പത്തുകൊണ്ട് എന്ത് നേട്ടോ, വല്ല ഉപയോഗമുണ്ടോ? ഇവരാരൊന്നും മിണ്ടുന്നില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് തന്ന നിഅമത്ത് നമുക്കൊന്നും തന്നില്ലേ. രാവിലെ ഇപ്പൊ ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരുമ്പോ നമ്മളത് മനസ്സിലാക്കും. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു തന്ന അനുഗ്രഹമാ, അള്ളാഹു തന്ന നിഅമത്താ. ആ ഒരിറക്ക് ഭക്ഷണം തന്റെ വായിൽ നിന്നും വയറ്റിലേക്ക് ഇറങ്ങിയില്ല എങ്കിൽ തന്റെ സമ്പത്തിന്റെ പകുതി ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കാൻ തയ്യാറാണോ എന്ന് ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോൾ ഹാറൂൻ റഷീദ് പറയുന്നു, തീർച്ചയായും ഒരു നേരത്തെ ഭക്ഷണം സുഭിക്ഷമായി കഴിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാണെന്ന് പറഞ്ഞിട്ട് എന്താണ് അർത്ഥം? എനിക്ക് സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല അർത്ഥവുമുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ഈ അടുത്ത് വിനീതൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം. അതിനടുത്താണ് RCC എന്ന് പറയുന്ന ക്യാൻസർ സെന്റർ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് നമുക്ക് രക്തമൊന്ന് പരിശോധിക്കാൻ പേടിയാ, അല്ലേ? രക്തമൊന്ന് പരിശോധിക്കാൻ പേടിയാ എന്റെ പ്രിയമുള്ളവരെ. ആ രീതിയിലെ ഭയാനകമായ രോഗങ്ങൾ. ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ തൊട്ടടുത്തൊരു ജംഗ്ഷനിൽ ബോർഡ് കണ്ട് കൊതുകിനെ സൂക്ഷിക്കണമെന്ന്. ഇന്ന് കൊതുകിനെ നമ്മൾ വല്ലാണ്ട് പേടിക്കുന്നു. പഴയ കാലഘട്ടത്തിൽ അണലി ഒന്ന് കൊത്തിയാലാണ് ഈ രോമങ്ങളിലൂടെയൊക്കെ ആ രക്തം വെള്ളമായി പുറത്തു വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഡെങ്കി കൊതു കൊത്തിയാല് ഈ അവസ്ഥയിലാണ് വന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് പറഞ്ഞു വന്നത് RCCയിൽ ഈ വിനീതന്റെ പള്ളിയുടെ തൊട്ടടുത്ത ഒരു 4 കിലോമീറ്ററുകൾ അവിടെ വേദനിക്കുന്ന പേറുന്ന പ്രശ്നങ്ങളായ ധാരാളം പേര് വരുന്ന കണ്ടാൽ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ സ്ഥലത്ത് ഞാൻ കാണാൻ വേണ്ടി, ഒരു രോഗിയെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ വെറും 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൊന്നുമോൻ, 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പൊന്നുമോൻ എന്റെ കൈ പിടിച്ചിട്ട് പറയാ, ഉസ്താദെ മരിക്കാൻ വേണ്ടിയിട്ട് ദുആ ഇരക്കണേ എന്ന്. മരിക്കാൻ വേണ്ടിയിട്ട് ദുആ ഇരക്കണേ എന്ന്. കാരണം ഡോക്ടർ അങ്കിളിനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാണ് ഉസ്താദേ. ഡോക്ടർ അങ്കിളിനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാണ് ഉസ്താദേ. കാരണം ആ ഇഞ്ചക്ഷൻ എനിക്ക് താങ്ങുന്നില്ല. അതുകൊണ്ട് മരിക്കാൻ വേണ്ടിയിട്ട് ദുആ ഇരക്കണേ എന്ന് 7 വയസ്സുള്ള പൊന്നുമോൻ അള്ളാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അതേ ദിവസം തന്നെ ഒരു സഹോദരൻ, ഒരു ഉപ്പൂപ്പ, നല്ല പ്രായമായ ഒരു ഉപ്പൂപ്പ അടുത്ത് കിടന്നിട്ടുണ്ട്, ഉസ്താദേ മക്കളൊന്നും എനിക്കൊന്നും തരുന്നില്ല, എനിക്കൊരു ഓറഞ്ച് തിന്നാൻ കൊതിയാകുന്നു, ഒരു ഓറഞ്ച് തരണമെന്ന്. ഡോക്ടർ പറഞ്ഞു ഒന്നും കൊടുക്കാൻ പാടില്ല, ഈ ഓസിലൂടെ ഇങ്ങനെ വീട്ടിൽ കൊടുക്കുന്ന വല്ലപ്പോഴോ കൊടുക്കുന്ന വെള്ളം മാത്രമാണ്. വലിയ സമ്പന്നനാ, പക്ഷേ ഒന്നും കൊടുക്കുന്നില്ല, ഒരു ഓറഞ്ച് തിന്നാൻ കൊതി. ഈ സമ്പത്തുകൊണ്ട് വല്ല ഉപയോഗമുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടോ? ചിന്തിക്കുന്നുണ്ടോ? അള്ളാഹു തന്ന നിഅമത്തിനെ നമ്മൾ നിസ്സാരമായി കാണാൻ കഴിയോ? അള്ളാഹുവേ ആഫിയത്തും ആരോഗ്യവും തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിക്കണം. ഹാറൂൻ റഷീദ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന എന്റെ സമ്പത്ത് മുഴുവനും വിൽക്കാൻ തയ്യാറാ,
ഇബ്നു സമ്മാക്ക് നിർത്തുന്നില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചെന്നിരിക്കട്ടെ, ഈ കഴിച്ച ഭക്ഷണം അങ്ങക്ക് വിസർജിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, അങ്ങക്ക് ഒന്നിന് പോകാൻ കഴിയുന്നില്ല എങ്കിൽ, രണ്ടിന് പോകാൻ കഴിയുന്നില്ല എങ്കിൽ, യൂറിൻ വരുന്നില്ല എങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, ഈ മഹാനായ ഹാറൂൻ റഷീദിനോട് ഇബ്നു സമ്മാക്ക് ചോദിക്കുന്നു, അങ്ങയുടെ ബാക്കി സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട്, രാജ്യത്തിന്റെ ബാക്കി പകുതി ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കാൻ അങ്ങ് തയ്യാറാണോ? ഇബ്നു സമ്മാക്ക് പറഞ്ഞു, തീർച്ചയായും. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒന്ന് നമുക്ക് അശുദ്ധിക്ക് മുട്ടിയിരിക്കുന്ന സമയത്തൊന്ന് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന വെപ്രാളം നമുക്ക് അറിഞ്ഞൂടെ? നമ്മുടെ സമ്പത്തിന്റെ എന്ത് വേണമെങ്കിലും നമ്മൾ കൊടുക്കൂലേ? ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അത് വിസർജിക്കുന്നതിന് രാജ്യം മുഴുവനും കൊടുക്കേണ്ടി വന്നു. അല്ലാഹു തന്നെ ആലോചിച്ച് നോക്കി, നമുക്കതൊന്നും അറിയുന്നില്ല. അള്ളാഹു നമുക്ക് തന്ന നിഅമത്ത്. ഹാറൂൻ റഷീദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ സമ്പത്തിന്റെ ആ ബാക്കി ഭാഗതയും കൊടുക്കാൻ ഞാൻ തയ്യാറാ. കാരണം ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി ചെന്നിരിക്കുമ്പോൾ അതൊന്ന് സാധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്താണ് അതിന്റെ അസ്വസ്ഥത? ഈ സമ്പത്ത് കൊണ്ട് എനിക്ക് എന്താണ് നേട്ടം? എന്റെ മനസ്സിന് എന്താണ് സുഖം? അതുകൊണ്ട് എന്റെ രാജ്യത്തിന്റെ പകുതി ഉപയോഗിക്കാനും തയ്യാറാ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന നിഅമത്തുകൾ, സൗഭാഗ്യങ്ങൾ വളരെ വളരെ വലുതാ. ഒരൊറ്റ സൗഭാഗ്യവും നമുക്ക് എണ്ണി തീർക്കാൻ കഴിയില്ല. ഇതിനേക്കാളേറെ, സമ്പത്തിനേക്കാളും കാഴ്ചയെക്കാളും ബുദ്ധിയെക്കാളും എന്തിനേക്കാളും ഏറെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈമാൻ. ആ സൗഭാഗ്യം കൊണ്ടാ അല്ലാഹു നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അജബൻ ലി അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലൽ മുഅ്മിൻ ഇൻ അസാബതുഹു സറാഹു ശകറാ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബതുഹു ضراء صبرا فكان خيرا له سيدنا وحبيبنا مصطفى മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അജബൻ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതം തന്നെയാ. പരാജയമില്ലാത്ത ജീവിതമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിക്ക് കൊടുത്തിരിക്കുന്നത്. പരാജയമില്ലാത്ത ജീവിതമാണ്. ലൈസ ദാലിക ലിഅഹദിൻ ഇല്ലൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിക്കല്ലാതെ ഈ ഭാഗ്യം മറ്റാർക്കും കിട്ടുകയില്ല. ഒരു ഈമാനുള്ളവനല്ലാതെ ഈ സൗഭാഗ്യം കിട്ടുകയില്ല. فإن أصابته سراء شكرا فكان خيرا له. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേയേറെ നിഅമത്ത് കൊടുത്തു. ജോലിയിൽ അല്ലാഹു ബർക്കത്ത് കൊടുത്തു, സന്താനങ്ങൾ കൊടുത്തു, സൗഭാഗ്യങ്ങൾ ധാരാളം അല്ലാഹു കൊടുത്ത സമയത്ത് അവൻ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നു. ഈ കാണുന്ന മുഴുവൻ സമ്പത്തും നൽകിയവൻ നീയാണ് അല്ലാ, സന്താനങ്ങളെ നൽകിയവൻ നീയാണ് അല്ലാ, ആഫിയത്ത് തന്നവൻ നീയാണ് അല്ലാ, കാഴ്ച തന്നവൻ നീയാണ് അല്ലാ എന്നോരോ മനുഷ്യനും അല്ലാഹുവിനോട് ശുക്ർ ചെയ്യുന്നു. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എത്രയോ ഖൈറാണ് ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയാ. വഇൻ അസാബതുഹു ضراء صبرا فكان خيرا له. ഇനി അല്ലാഹു അവനെ പരീക്ഷിച്ചാൽ, അല്ലാഹു ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ട് പരീക്ഷിച്ചാൽ, അല്ലാഹു അവയവങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പരീക്ഷിച്ചാൽ, അല്ലാഹു മക്കളെ വിളിച്ചുകൊണ്ട് പരീക്ഷിച്ചാൽ, അങ്ങനെ പരീക്ഷിക്കുന്ന സമയത്ത് അവൻ പറയുമത്രേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
എനിക്ക് മക്കളെ തന്നവൻ നീയാണ് അല്ലാ, നീ അതിനെ അങ്ങ് തിരിച്ചെടുത്തോ. എനിക്ക് സമ്പത്ത് നൽകിയവൻ നീയാണ് അല്ലാ, ആ സമ്പത്തിന് നീ അങ്ങ് തിരിച്ചെടുത്തോ. എനിക്ക് ആഫിയത്ത് തന്നവൻ നീയാണ് അല്ലാ. അങ്ങനെ അല്ലാഹു അവനെ പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷണത്തിന്റെ പേരിൽ അവൻ അങ്ങ് ക്ഷമിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ക്ഷമിക്കുമ്പോൾ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫകാന ഖൈറൻ ലഹു, അതവന് എത്രയോ വലിയ നന്മയാ. നബി മുഹമ്മദ് മുസ്തഫ. ഇത് മുഅ്മിനല്ലാതെ മറ്റാർക്കെങ്കിലും കിട്ടോ? മറ്റാർക്കെങ്കിലും കിട്ടോ? ഈമാൻ ഇല്ലാത്തവനാ ഭർത്താവിനോട് ദേഷ്യം വരാൻ നേരത്ത് പെട്ടെന്ന് വേറെ കയറൊക്കെ എടുത്തിട്ട് വ്യാൻ ചെന്ന് തൂങ്ങും. വ്യാൻ പണ്ടാണ്ടിട്ട വ്യാനാണ്, ഒടിഞ്ഞ് ഇന്ന് നടുവൊടിഞ്ഞ് പിന്നെ അവിടെ കിടക്കും. അല്ലേ? ഏറ്റവും കൂടുതൽ ആത്മഹത്യയുള്ള ജില്ല ഏതാ? ഏത് ജില്ലയിലാ? വയനാട് ജില്ല അല്ലേ? ഏറ്റവും കൂടുതൽ ആത്മഹത്യ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സഹോദരിമാരുടെ ഇടയിലാ കൂടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈമാൻ നഷ്ടപ്പെട്ടു പോയി. ഈമാൻ ഇല്ലാത്തൊരവസ്ഥയിൽ വന്നു. ചെറുപ്പക്കാരുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ഒലിച്ചു പൊക്കൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന് ഇഷ്ടമുള്ളവരെ അള്ളാഹു പരീക്ഷിക്കുകയുള്ളൂ. അള്ളാഹുവിന് ഇഷ്ടമുള്ളവരെ അള്ളാഹു പരീക്ഷിക്കുകയോ. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം പഠിപ്പിക്കുകയാ സഹാബത്തിന്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നു, പടച്ചവനെ, ഈ ഭൂമി ലോകത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണല്ലാ? ഇപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാ? അല്ലാഹു മൂസാ നബിയോട് പറയുകയാണ്, മൂസാ, ഞാനിപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ലബനാൻ എന്ന് പറയുന്ന മലയിലെ മൂസ. ആ മലയിൽ എൻ്റെ ഒരു വലിയുണ്ട് മൂസ, ആ വലിയനെയാണ് മൂസ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇത് കേട്ട് മൂസാ നബി അന്തം വിട്ടുപോയി, അന്താളിച്ചു പോയി. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിക്ക് കൊടുക്കാത്ത പദവിയല്ലേ എനിക്ക് നൽകിയത്? ഇബ്രാഹിം നബിക്ക് കൊടുക്കാത്ത പദവിയല്ലേ നൽകിയത്? തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിൽ വെച്ചുകൊണ്ട് അല്ലാഹുമായി സംസാരിക്കാൻ, ഈ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് അല്ലാഹുമായി സംസാരിക്കാനുള്ള ഭാഗ്യ അല്ലാഹു കൊടുത്ത പ്രവാചകനല്ലേ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. തൗറാത്ത് എന്ന ഗ്രന്ഥം കൊടുത്ത പ്രവാചകനല്ലേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. തൂരി സീനയുടെ മുകളിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ നാവിൽ നിന്നും, ഏ മൂസാ, നിന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് കേൾക്കാൻ വേണ്ടി, ഏ മൂസാ, നിന്നെയാണ് ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നതെന്ന് കേൾക്കാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആഗ്രഹത്തോടെ, അത്യാർത്തിയോടെ അല്ലാഹുവിനോട് ചോദിച്ച സമയത്ത് അല്ലാഹു പറയുകയാ, ഏ മൂസാ, അങ്ങ് ലബനാനിന്റെ മുകളിൽ എൻ്റെ ഒരു വലിയുണ്ട് മൂസ, ആ വലിയനെയാ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു പറഞ്ഞതനുസരിച്ച് ലബനാനിന്റെ മുകളിലേക്ക് കയറുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലബനാന്റെ കുറേ മുകളിലെത്തി, അവിടെ ആരെയും കാണുന്നില്ല. വീണ്ടും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെല്ലുമ്പോൾ അതാ തസ്ബീഹ് കേൾക്കുകയാ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ആ തസ്ബീഹ് കേട്ട ഭാഗത്തേക്ക് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോൾ അതാ ഒരു മനുഷ്യകോലം കിടക്കുന്നു. രണ്ട് കാലുകളും നഷ്ടപ്പെട്ടു പോയി, രണ്ട് കൈകളും നഷ്ടപ്പെട്ടു പോയി, ശരീരമാസകലം വൃണങ്ങളാ. ആ മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു ചെന്നുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സലാം പറയുകയാ, അല്ലാഹു ഈ ഭൂമി ലോകത്ത് ഒരു പ്രവാചകനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മനുഷ്യന്റെ രണ്ട് കാലുകളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, രണ്ട് കൈകളും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ശരീരമാസകലം വൃണങ്ങളാ. ആ മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു ചെന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യനോട് സലാം പറയുമ്പോൾ അവിടുന്ന് സലാം മടക്കുകയാ, വഅലൈക്കുമുസ്സലാം
യാ കലീമല്ലാഹി മൂസാ. മൂസാ നബി വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി, അന്തം വിടാൻ തുടങ്ങി. പടച്ചവനെ, ഇന്നേ വരെ ഈ മനുഷ്യൻ എന്നെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാ ഞാൻ മൂസയെന്ന് മനസ്സിലായി? ഞാൻ വേഷം മാറിയല്ലേ വന്നത്, എന്നെ എങ്ങനെയാ തിരിച്ചറിഞ്ഞത് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, നബിയേ, എല്ലാ ദിവസവും എന്റെ പടച്ച തമ്പുരാനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുവേ, എന്റെ 2 കാലും നഷ്ടപ്പെട്ടു പോയല്ല, എന്റെ 2 കൈകളും നഷ്ടപ്പെട്ടു പോയല്ല, എന്റെ ശരീരമാസകലം വ്രണങ്ങളാണല്ല. അതുകൊണ്ട് ബനൂ ഇസ്രായേലിലേക്ക് എനിക്ക് നടന്നു വന്നിട്ട് അങ്ങേ കാണാമെന്ന് വെച്ചാൽ എന്റെ 2 കാലും നഷ്ടപ്പെട്ടു പോയില്ലേ? കൈ കുത്തിയിട്ടെങ്ങാനും വരാമെന്ന് വെച്ചാൽ എന്റെ 2 കൈയും നഷ്ടപ്പെട്ടു പോയില്ലേ? ഉരുണ്ടിട്ടെങ്ങാനും വരാമെന്ന് വെച്ചാൽ എന്റെ ശരീരം മുഴുവനും വ്രണങ്ങളാ. അതുകൊണ്ട് ഞാൻ എന്റെ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുമായിരുന്നു, പടച്ചവനെ, മൂസാ നബിയെ കാണിക്കാതെ എന്നെ മരിപ്പിക്കല്ലേ അല്ലാ. മൂസാ നബിയെ കാണിക്കാതെ ഈ ലോകത്ത് നിന്നും എന്റെ റൂഹിനെ എടുക്കല്ലേ അല്ലാ. ഇന്ന് എന്റെ റബ്ബിന്റെ അശരീരി എനിക്ക് വന്നോ, ഇന്ന് മൂസാ നബിയെ കാണാൻ കഴിയുമെന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു. ആരാണ് നിങ്ങളെ സഹായിക്കുന്നത്? ആരാണ് നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നത്? നിങ്ങളുടെ 2 കാലും നഷ്ടപ്പെട്ടില്ലേ? നിങ്ങളുടെ 2 കൈകളും നഷ്ടപ്പെട്ടില്ലേ? നിങ്ങളുടെ ശരീരമാസകലം വ്രണങ്ങളല്ലേ? ആരാണ് നിങ്ങളെ സഹായിക്കുന്നത്? ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്? ആരാണ് നിങ്ങൾക്ക് വസ്ത്രം മാറ്റി തരുന്നത്? ആരാണ് നിങ്ങളുടെ നജിസായ ആ ഉച്ഛിഷ്ടങ്ങൾ പുറത്തു കൊണ്ടുപോയി കളയുന്നത്? രോഗി കിടക്കുന്ന ലക്ഷണങ്ങളൊന്നുമില്ലല്ലോ. അല്ലാഹു മലക്കിന് ചുമതലപ്പെടുത്തിയോ? അല്ലാഹു മലക്കിന് ചുമതലപ്പെടുത്തിയോ? ആ വലിയ പറയുന്നില്ല, നബിയേ, എനിക്കൊരു പൊന്നുമോനുണ്ട്. ആ മകനെല്ലാ ദിവസവും എനിക്ക് വേണ്ടുന്ന ഭക്ഷണവുമായി, അതുപോലെ എനിക്ക് വേണ്ടുന്ന വെള്ളവുമായി, എനിക്ക് വേണ്ടുന്ന വസ്ത്രവുമായി ലബനാനിലേക്ക് കടന്നു വരും നബിയേ. അങ്ങനെ ലബനാനിലേക്ക് കടന്നു വന്നിട്ട് എന്റെ നജിസായ വസ്ത്രം മാറ്റി നല്ല വസ്ത്രം എന്നെ ധരിപ്പിക്കും നബിയേ. പൊന്നുമോൻ കൊണ്ടുവരുന്ന ആഹാരം എനിക്ക് വാരിത്തരും നബിയേ. തീർന്നില്ല, എന്റെ അടുക്കലിരുന്ന് കൊണ്ട് ചുടുചുംബനങ്ങൾ തന്ന് എന്നോട് സംസാരിച്ചുകൊണ്ട് എന്റെ പൊന്നുമോൻ തിരിച്ചു പോകും നബിയേ. ഇത് കേട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പൊന്നുമോൻ എവിടെയാണെന്ന് ചോദിക്കുന്നു. ആ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, അങ്ങക്ക് ഖിദ്മത്ത് ചെയ്യുന്ന, അങ്ങേ സഹായിക്കുന്ന ആ പൊന്നുമോനെ എനിക്കൊന്ന് കാണണം. ആ വലിയ പറയുന്നു, നബിയേ, എന്റെ പൊന്നുമോൻ ഇന്ന് വന്നിട്ട് പോയതേ ഉള്ളൂ. നാളെ എനിക്ക് വേണ്ടുന്ന ഭക്ഷണവും വസ്ത്രവുമായി ഈ ലബനാനിന്റെ മുകളിലേക്ക് കടന്നു വരുന്ന സമയത്ത് നബിയെ, ഞാൻ ബനൂ ഇസ്രായേലിലേക്ക് പറഞ്ഞു വിടാം നബിയെ. അങ്ങ് സന്തോഷത്തോടെ പോയാൽ, അങ്ങ് സമാധാനത്തോടെ പോയാൽ. ആ സമയത്ത് മൂസാ നബി പറയുന്നു, ഇല്ല ഇല്ല, ഈ ഭൂമി ലോകത്തൊരു പ്രവാചകനേക്കാൾ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അങ്ങയെ ഖിദ്മത്ത് ചെയ്യുന്ന പൊന്നുമോനെ ചെന്ന് കാണാതെ ഞാൻ പോകില്ല വലിയേ. അങ്ങനെ വലിയ പറഞ്ഞതനുസരിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെല്ലുമ്പോൾ, അതാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ കൊല്ലങ്കാൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ചു നോക്കോ, ഒന്ന് ചിന്തിച്ചു നോക്കോ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെല്ലുമ്പോൾ ഇതുപോലെ ഒരു കൂട്ടം ജനങ്ങൾ റോഡിൽ ഇങ്ങനെ കൂടി നിൽക്കുകയാ. ആ ജനങ്ങളെ 2 ഭാഗത്തേക്കാക്കി മാറ്റിയിട്ട് മൂസാ നബി അലൈഹിസ്സലാം നോക്കുമ്പോൾ ഈ പാവപ്പെട്ട വലിയന് ഖിദ്മത്ത് ചെയ്യുന്ന പൊന്നുമോൻ വന്യമൃഗത്തിന്റെ കടിയേറ്റുകൊണ്ട് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്, മരണപ്പെട്ടു പോയിരിക്കുകയാണ്. ഇത് കണ്ട് മൂസാ നബി അന്തം വിട്ടുപോയി പൊട്ടിക്കരയാൻ തുടങ്ങി. അല്ലാഹ്
നിന്റെ പരീക്ഷണം വലുത് തന്നെ റബ്ബേ, നിന്റെ പരീക്ഷണം വല്ലാത്തത് തന്നെ റബ്ബേ. നിനക്ക് ഈ ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, നിനക്ക് ഈ ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നിന്റെ പൊന്നാര വലിയന് സഹായിക്കുന്ന പൊന്നുമോനല്ലേ അല്ലാ. ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിരിക്കുന്നു മൂസാ നബി നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീണ്ടും ലബനാന്റെ മുകളിലേക്ക് കടന്നു വരികയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ലബനാന്റെ മുകളിലേക്ക് കടന്നു വരുമ്പോൾ മൂസാ നബി പൊട്ടി പൊട്ടി കരയുകയാ. ആ സമയത്ത് വലിയ പറയുന്നു, നബിയേ അവിടുന്ന് കരയല്ലു നബിയേ, എന്റെ മകനെ കാണാത്തതിന്റെ പേരിലാണെങ്കിൽ നാളെ ഭക്ഷണവുമായി ലബനാന്റെ മുകളിലേക്ക് വരുമ്പോൾ ഞാൻ ബനൂ ഇസ്രായേലിലേക്ക് പറഞ്ഞു വിടാം നബിയേ. അങ്ങ് വിഷമിക്കാതെ പോകൂ നബിയേ, അങ്ങ് വിഷമിക്കാതെ പോകൂ നബിയേ. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിയന്ത്രണം വിട്ടു. മൂസാ നബി പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. എന്നിട്ട് കണ്ണിറുക്കെ അടച്ചുകൊണ്ട് പറയുകയാ, അങ്ങയുടെ മകനെ ഞാൻ കണ്ടു, പക്ഷേ കാണുന്ന സമയത്ത് മകൻ നിന്റെ ജീവനുണ്ടായില്ല. വന്യമൃഗത്തിന്റെ കടിയേറ്റുകൊണ്ട് ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് മൂസാ നബി അലൈഹിസ്സലാം കണ്ണിറുക്കി അടച്ചിരിക്കുകയാ. വലിയന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. ഈ സമയത്ത് എന്റെ പ്രിയമുള്ളവരെ, ആ വലിയ പൊട്ടി പൊട്ടി ചിരിക്കുകയാ. ആ ചിരി കേട്ടുകൊണ്ട് മൂസാ നബി കരച്ചിൽ നിർത്തി നോക്കുമ്പോൾ ആ വലിയങ്ങ് പറയുകയാ, നബിയേ ഞാൻ ജീവിച്ചിരിക്കെ എന്റെ പൊന്നുമോൻ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞതില് ക്ഷമിച്ചത് കാരണമായി സ്വർഗത്തിന്റെ സുഖം എനിക്ക് കിട്ടുന്നു നബിയെ. അല്ലാഹു സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന പ്രതിഫലങ്ങളെ ഞാൻ കാണുന്നു നബിയെ. എന്നിട്ട് ആ വലിയ ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ഫഖ്ബിൽ റൂഹി ഫിസാ, അല്ലാഹുമ്മ ഫഖ്ബിൽ റൂഹി ഫിസാ. അല്ലാഹുവേ പടച്ചവരെ, മൂസാ നബിയുടെ അടുക്കൽ വെച്ച് എന്റെ റൂഹിനെ പിടിക്കാനുള്ള അനുമതി അസ്രായീലിന് കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ള ഉമ്മ, ഈ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് സന്തോഷം വരുന്ന സമയത്ത് അള്ളാഹു നിഅമത്ത് തരുമ്പോൾ, അള്ളാഹു അനുഗ്രഹം തരുമ്പോൾ ആ അനുഗ്രഹത്തെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം. അതല്ലാതെ ആ അനുഗ്രഹത്തിന് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു തന്ന അനുഗ്രഹത്തെ ചിലവഴിച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പടച്ച തമ്പുരാൻ നമ്മളെ പരീക്ഷിക്കുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു തന്ന നിഅമത്ത് അള്ളാഹു ഇഷ്ടമില്ലാത്ത മാർഗത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമത്രേ. എന്റെ പ്രിയമുള്ളവരെ, സന്തോഷം വരുന്ന സമയത്ത്, അള്ളാഹു അനുഗ്രഹങ്ങൾ തരുന്ന സമയത്ത്, അള്ളാഹു നിഅമത്ത് തരുന്ന സമയത്ത് പടച്ച തമ്പുരാനോട് അള്ളാഹുവിനോട് നമ്മൾ നന്ദി രേഖപ്പെടുത്തിയാൽ, അള്ളാഹുവിനെ നമ്മൾ സ്തുതിച്ചാൽ, ആപത്ത് വരുന്ന സമയത്ത്, പ്രയാസം വരുന്ന സമയത്ത്, ബിസിനസ് തകർന്നു പോകുന്ന സമയത്ത് അവൻ പള്ളിയിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നു, പടച്ചവനെ എന്റെ പ്രയാസമൊന്ന് മാറ്റണേ അല്ലാ, എന്റെ വിഷമമൊന്ന് മാറ്റണേ അല്ലാ, എന്റെ ബുദ്ധിമുട്ടൊന്ന് മാറ്റണേ അല്ലാ എന്നവൻ പറയുമ്പോൾ വാനലോകത്തിരുന്ന് മലക്കുകൾ പറയുമത്രേ, സൗത്ത് മഅറൂഫ്, സൗത്ത് മഅറൂഫ്. നല്ല പരിചയമുള്ള ശബ്ദമാണ് കേൾക്കുന്നത്, നല്ല പരിചയമുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. അതുകൊണ്ട് മലക്കുകളെ ആ മനുഷ്യന് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യോ. അവൻ അള്ളാനെ ഓർത്തവനാ, സന്തോഷവേളയിൽ അള്ളാനെ ഓർത്തവനാ. അവനിതാ ഒരു ആപത്ത് വന്നിരിക്കുന്നു, അവനിതാ ഒരു പ്രയാസം വന്നിരിക്കുന്നു. അതുകൊണ്ട് മലക്കുകളെ അള്ളാഹുവിനോട് ആ മനുഷ്യന് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ എന്റെ പ്രിയമുള്ളവരെ മലക്കുകൾ വിളിച്ചു പറയുമെന്ന് മഹാനായ സൽമാനുൽ ഫാരിസി. സന്തോഷം വരുമ്പോൾ അള്ളാനെ ഓർക്കണം, എങ്കിലേ ദുഃഖം വരുമ്പോൾ അള്ളാഹു സഹായിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലായിരുന്ന സമയത്ത് ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ മലക്കുകൾ പറഞ്ഞു, നല്ല പരിചയമുള്ള ശബ്ദം, പക്ഷേ കേൾക്കുന്നത് പരിചയമില്ലാത്ത സ്ഥലത്ത് നിന്ന ആ മലക്കുകൾ ആ സ്ഥലം ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് സമുദ്രത്തിന്റെ ആഴക്കടലിൽ മത്സ്യത്തിന്റെ വയറ്റിലാണെന്ന് മനസ്സിലായി. മലക്കുകൾ പ്രാർത്ഥിച്ചു, അല്ലാഹ്
യൂനുസ് നബി ഒരു കെണിയിൽ പെട്ടുപോയി, അതുകൊണ്ട് രക്ഷപ്പെടുത്തണേ എന്ന് മലക്കുകൾ പ്രാർത്ഥിച്ചു. എന്റെ പ്രിയമുള്ളവരെ, യൂനുസ് നബി രക്ഷപ്പെട്ടില്ലേ? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, സന്തോഷവേളയിൽ അല്ലാഹു സമ്പത്ത് കൊടുത്തപ്പോൾ, അല്ലാഹു അനുഗ്രഹങ്ങൾ കൊടുത്തപ്പോൾ, അല്ലാഹു ബിസിനസ്സിൽ പുരോഗതി കൊടുത്തപ്പോൾ, അല്ലാഹു റിയൽ ബർക്കത്ത് കൊടുത്തപ്പോൾ, ഇങ്ങനെയെല്ലാം ധാരാളം സമ്പത്ത് കിട്ടിയപ്പോൾ, നല്ല ആരോഗ്യമുള്ളപ്പോൾ, പടച്ച തമ്പുരാനെ മറന്നുകൊണ്ട് ജീവിച്ചവന് ദുഃഖം വരുമ്പോൾ, അവന് പ്രയാസം വരുമ്പോൾ, ബിസിനസ് തകർന്നു പോകുമ്പോൾ അല്ലാഹുവിനോടവൻ പറയുകയാ, അല്ലാഹ് എനിക്ക് പരാജയം പിടിപെട്ടു പോയല്ല, എന്റെ ബിസിനസ്സിൽ കുറവ് വന്നു പോയല്ല, അതുകൊണ്ടൊരു മാറ്റം വരുത്തണേ എന്ന് പറയുമ്പോൾ വാനലോകത്തിരുന്ന മാലാക കൂട്ടങ്ങൾ പറയുമത്രേ, ഒരു പരിചയമില്ലാത്ത ശബ്ദമല്ലേ ഈ കേൾക്കുന്നത്, പരിചയമില്ലാത്ത സ്ഥലത്ത് നിന്ന് പരിചയമില്ലാത്ത ശബ്ദമാ കേൾക്കുന്നത്, അതുകൊണ്ട് മലക്കുകളെ ഫലാ യശ്ഫഊനലഹു, അവർക്ക് വേണ്ടി നിങ്ങൾ ശഫാഅത്ത് ചെയ്യണ്ട, അള്ളാഹുവിനോട് ശുപാർശ ചെയ്യണ്ട. കാരണം ആരോഗ്യമുള്ളപ്പോൾ അള്ളാഹനെ മറന്നവനാ. അള്ളാഹന്റെ പള്ളിയില് ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാഹ് അസ്സലാത്തു ഖൈറും മിനൻ നൗം, പള്ളിയിൽ നിന്നും വിളിക്കുമ്പോൾ വിജയത്തിലേക്ക് കടന്നു വരിക, നമസ്കാരത്തിലേക്ക് കടന്നു വരിക, നമസ്കാരത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുമ്പോൾ അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തെക്കാൾ എത്രയോ മാധുര്യമേറിയതാണ് നമസ്കാരം, ഉറക്കത്തെക്കാൾ എത്രയോ ഖൈറായതാണ് നമസ്കാരം എന്ന് പറയുമ്പോൾ സുബൈക്ക് ബാങ്കിന് ഉത്തരം ചെയ്യാതെ എന്റെ പ്രിയമുള്ളവരെ കിടന്നുറങ്ങുന്ന എത്രയോ സഹോദരങ്ങളാ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലേ, എണീറ്റ് പോവാൻ മടി, തണുപ്പ്, വല്ലാത്ത പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബ്ലോക്ക് വരുമ്പോൾ ഡോക്ടർ എന്ന് പറയും, നടത്തൊന്നും ഇല്ലല്ലേ, ബ്ലോക്ക് ഉണ്ട്, ഈ ബ്ലോക്ക് മാറണമെങ്കിൽ രാവിലെ ഒരു 20 മിനിറ്റ് നടക്കണം, പുരുഷന്മാരാണെങ്കിൽ കുറഞ്ഞത് 8 കിലോമീറ്റർ എങ്കിലും നടക്കണം, അല്ലേ എന്നങ്ങോട്ട് ഡോക്ടർ പറയുമ്പോ രാവിലെ 4:30 വിളിക്കാം, ആൾക്കാരൊക്കെ ഇറങ്ങുന്നതിന് നടക്കണം, ഡോക്ടർ പറഞ്ഞറിയാലോ എന്നും പറഞ്ഞൊരു വടിയും കഷത്ത് വെച്ച് ഒരു ടോർച്ചും കയ്യിലെടുത്ത് BVM പിടിച്ചുകൊണ്ട് നടക്കുക. അല്ല പള്ളി കയറാൻ പറഞ്ഞപ്പോ വയ്യ, ഒരു ചെറിയ ബ്ലോക്ക് വന്ന സമയത്ത്, അല്ലേ ബ്ലോക്ക് വരുമ്പോ ഇവിടെ കൊണ്ടോ ഇങ്ങനെ നടക്കാറുണ്ടോ, വരുന്ന സമയത്ത് അപ്പോഴും നടക്കും. അതിനു മുമ്പ് പള്ളിയുടെ പരിസരത്തിരുന്നാലും, പള്ളിയുടെ പരിസരത്തിരുന്നാൽ പോലും ബാങ്ക് കേട്ടാൽ ചെറുപ്പക്കാർക്ക് പോലും കയറാൻ വയ്യ. എന്നിട്ട് ഇതുപോലെ വരുന്ന സമയത്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. എന്നിട്ട് അള്ളാഹിനോട് ചോദിച്ച അള്ളാഹ് തരുമോ? കൊണ്ട് സന്തോഷം വരുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കാത്തവന്, വിഷമം വരുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർത്താല് അള്ളാഹു അവനെ സ്വീകരിക്കുകയില്ല, അള്ളാഹു അവനെ തിരിച്ചു കളയും എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഉസ്താദേ, ഞങ്ങൾക്ക് അങ്ങനെ പറ്റിപ്പോയി, ഞങ്ങളുടെ ആരോഗ്യമുള്ള സമയത്ത് പടച്ചവനെ ഞങ്ങൾക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല, ഞങ്ങൾ ആകെ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞ് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ, ഞങ്ങൾ അള്ളാഹിനെ വിളിച്ചാൽ കേൾക്കില്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വേദനിക്കണ്ട, വിഷമിക്കണ്ട. അള്ളാഹു പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബുൽ തവ്വാബീൻ, തൗബ ചെയ്യുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാ, തൗബ ചെയ്യുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാ, തൗബ ചെയ്യുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പാപത്തെ തൊട്ട് പശ്ചാത്തപിക്കുന്ന അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ, പാപത്തെ തൊട്ട് പശ്ചാത്തപിക്കുന്നവൻ പാപം ചെയ്യാത്തവനെ പോലെയാണെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിനോട് ചോദിച്ചാൽ കരുണയുള്ള തമ്പുരാൻ നമുക്ക് എന്തും അള്ളാഹു തരും. സാലിഹ് ഇബ്നു മുർറ റളിയല്ലാഹു തആല അൻഹു വലിയ സൂഫി വര്യനാ, ബസ്രയിൽ പശ്ചാത്താപത്തെ കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ തിമ്മാഴിയായി ജീവിക്കുന്ന, ഏറ്റവും മോശമായ മാർഗത്തിൽ ജീവിക്കുന്ന ഷഅബാനത്ത് എന്ന പെണ്ണ് ബസ്രയിലൂടെ വാഹനത്തിൽ സഞ്ചരിച്ചു പോകുന്ന സമയത്ത് മഹാനായ സാലിഹ് ഇബ്നു മുർറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ തൗബ എന്ന പ്രഭാഷണം
പ്രഭാഷണം കേൾക്കുകയാ. അങ്ങനെ ആ പ്രഭാഷണം കേട്ടിട്ട് ആ പെണ്ണവിടെ ഇറങ്ങിയിട്ട് സ്റ്റേജിന് പുറകിലേക്ക് വരികയാ. സ്റ്റേജിന് പുറകിൽ നിന്നും ആ സാലിഹ് ബിൻ മുർറ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രഭാഷണം മുഴുവനും കേട്ടു. ആ പ്രഭാഷണത്തിന്റെ അവസാനത്തിൽ സ്റ്റേജിന് പുറകിൽ നിന്നുകൊണ്ട് ശഅബാനത്ത് എന്ന പെണ്ണ് സാലിഹ് ബിൻ മുർറിനോട് ചോദിക്കുന്നു, എന്ത് തെറ്റ് ചെയ്താലും പടച്ച തമ്പുരാൻ പുറത്തു തരുമോ? എന്ത് തെറ്റ് ചെയ്താലും അല്ലാഹു പുറത്തു തരുമോ? ഈ സമയത്ത് സാലിഹ് ബിൻ മുർറ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഏ പെണ്ണേ, ആകാശഗോളങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്രങ്ങളെക്കാളും തെറ്റാണ് നീ ചെയ്തതെങ്കിൽ പടച്ച തമ്പുരാൻ നിനക്ക് പുറത്തു തരുന്നതാണ് പെണ്ണേ. ആ സമയത്ത് ആ പെണ്ണ് തൃപ്തയാകുന്നില്ല. വീണ്ടും സാലിഹ് ബിൻ മുർറിനോട് ചോദിക്കുന്നു, അതിനേക്കാൾ അധികരിച്ച തെറ്റാണ് ചെയ്തതെങ്കിൽ ആകാശഗോളങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അനന്തകോടി നക്ഷത്രങ്ങളെക്കാളും അധികരിച്ച തെറ്റാണ് ചെയ്തതെങ്കിൽ പടച്ച തമ്പുരാൻ പുറത്തു തരുമോ? ആ സമയത്തും സാലിഹ് ബിൻ മുർറ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഏ പെണ്ണേ, സമുദ്രത്തിലൂടെ ആർത്തിരമ്പുന്ന തിരമാലകളുണ്ടല്ലോ, ആ തിരമാലകളെക്കാളും തെറ്റാണ് തെറ്റാണ് നീ ചെയ്തതെങ്കിൽ പടച്ച തമ്പുരാൻ നിനക്ക് പുറത്തു തരുന്നതാ. ആ സമയത്തും ആ പെണ്ണ് തൃപ്തയാകുന്നില്ല. വീണ്ടും സാലിഹ് ബിൻ മുർറിനോട് ചോദിക്കുകയാണ്, അതിനേക്കാളും തെറ്റാണ് ചെയ്തതെങ്കിൽ പടച്ച തമ്പുരാൻ എനിക്ക് പുറത്തു തരുമോ? പടച്ച തമ്പുരാൻ എനിക്ക് പുറത്തു തരുമോ? ഈ സമയത്ത് സാലിഹ് ബിൻ മുർറ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഏ പെണ്ണേ, നിനക്കറിയുമോ ബസ്രാകാരിയായ ശഅബാനത്ത് എന്ന പെണ്ണിനെ നിനക്കറിയുമോ? ഒരു നേരത്തെ സുഖത്തിന് വേണ്ടി തന്റെ ചാരിത്രത്തെ വിൽക്കുന്ന, എന്റെ പ്രിയമുള്ളവരെ, ഫ്ലക്സ് ബോർഡുകൾ വെച്ചുകൊണ്ട് ചെറുപ്പക്കാര് തന്റെ ഇംഗതിക്ക് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തുന്ന ശഅബാനത്ത് എന്ന പെണ്ണിനെ നിനക്കറിയുമോ? ആ പെണ്ണിനെക്കാളും തെറ്റാണ് നീ ചെയ്തതെങ്കിൽ പടച്ച തമ്പുരാൻ നിനക്ക് പുറത്തു തരുന്നതാ. ഇത് കേട്ട എന്റെ പ്രിയമുള്ളവരെ, ആ പെണ്ണ് ബോധരഹിതയായി സ്റ്റേജിന് പുറകിലേക്ക് വീണുവത്രേ. എന്നിട്ട് ബോധം തെളിഞ്ഞിട്ട് ചോദിക്കുന്നു, അല്ലയോ ഇമാമേ, അല്ലയോ ഉസ്താദേ, ആ താങ്കൾ പറഞ്ഞ ശഅബാനത്ത് എന്ന പെണ്ണാരാണെന്നറിയുമോ? അത് ഞാനാണ്. എനിക്ക് എന്റെ റബ്ബ് പുറത്തു തരുമോ എന്ന് ആ സന്ദർഭത്തിൽ സാലിഹ് ബിൻ മുർറിനോട് ചോദിച്ചപ്പോൾ അവിടുന്ന് മഹാനവറുകൾ പറഞ്ഞത് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ സുമറിലെ 51-ാമത്തെ വചനം ഓതിക്കൊണ്ടാണ് മഹാനായ സാലിഹ് ബിൻ മുർറ് റളിയല്ലാഹു തആല അൻഹു മറുപടി കൊടുത്തത്. അവിടുന്ന് പറയുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ പ്രവാചകനെ വിളിച്ചിട്ട് പറയുന്നു, ഓ നബിയേ, അവിടുന്ന് പറയണം, നബിയേ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, എന്റെ അടിമകൾ സ്വശരീരങ്ങളോട് അക്രമം കാണിച്ചിട്ട് അവർ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട് നബിയേ അവരോട് വരോ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട്, അള്ളാഹുവിന്റെ വിശാലതയെ തൊട്ട് അവരോട് നിരാശരാകരുതെന്ന് ഓ നബിയെ അവിടെന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിച്ച വചന മഹാനായ സാലിഹ് ബിൻ മുർറ് റളിയല്ലാഹു തആല അൻഹു ഓതി കേൾപ്പിച്ചപ്പോൾ എന്റെ പ്രിയമുള്ളവരെ, പിൻകാലത്ത് വളരെ വലിയ അറിയപ്പെടുന്ന സൂഫിയായ വനിതയായി മാറിയെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ മഹദിയായ ശഅബാനത്ത് എന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നു എങ്കിൽ നമ്മളാരും നിരാശരാകണ്ട. തെറ്റ് മനുഷ്യ സഹജമാണ്. പക്ഷേ പടച്ച തമ്പുരാൻ നമുക്ക് പുറത്തു തരോ, അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു നമുക്ക് പുറത്തു തരോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആരും നിരാശരാകണ്ട. ആരും നിരാശരാകണ്ട. നമ്മൾ തെറ്റ് ചെയ്തു പോയാല്, പാപം ചെയ്തു പോയല്ലോ പടച്ചവനെ എന്ന് പറഞ്ഞ് ഇനി നമുക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ് ആരും മാറണ്ട. തൗബ ചെയ്തു മടങ്ങി വന്നാല് തീർച്ചയായും അതിന് ശേഷമുള്ള ജീവിതമാണ് അള്ളാഹു നോക്കുന്നത്. അതിന് മുമ്പേ ഉള്ള ജീവിതം അള്ളാഹു നോക്കുകയില്ല. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല പറഞ്ഞു, ഇന്നത്തെ തൗബ തന്നെ മറ്റൊരു തൗബയ്ക്ക് കാരണമാണ്.
ഇന്നത്തെ തൗബ തന്നെ മറ്റൊരു തൗബയ്ക്ക് കാരണമാ. ആ രീതിയിലുള്ള തൗബയല്ല. തെറ്റിന്റെ മാധുര്യം ഹൃദയത്തിനകത്തേക്ക് വെച്ചുകൊണ്ട്, തെറ്റിന്റെ മാധുര്യം ഹൃദയത്തിനകത്തേക്ക് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പടച്ചു തമ്പുരാനെ കബളിപ്പിക്കുന്ന ആ തൗബയല്ല. പിന്നെയോ നിറ കണ്ണുകളോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാത്രിയുടെ മൂകതയിൽ രാത്രിയുടെ മൂകതയിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അവനതാ എഴുന്നേറ്റ് അങ്ങ് ശുദ്ധി വരുത്തിക്കൊണ്ട് കോരിത്തണുക്കുന്ന തണുപ്പ് പോലും വകവെക്കാതെ അങ്ങ് ശുദ്ധി വരുത്തിക്കൊണ്ട് നിസ്കാര പായിലേക്ക് വന്ന് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പടച്ചതമ്പുരാനോട് ചോദിക്കുന്ന ആ കരച്ചില, അല്ലാഹുവേ തെറ്റുപറ്റിയല്ല, പൊറുക്കടേ അല്ല, പൊറുത്തു തരണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അള്ളാന്റെ മുമ്പിലേക്ക് സർവ്വതും സമർപ്പിക്കുന്ന തൗബയാ അല്ലാഹുവിനിഷ്ടം. അല്ലാഹു നമ്മുടെ തൗബ കബൂലാക്കുമാറാകട്ടെ. എന്നാൽ ചില ആളുകളുണ്ട് അവർ കാര്യം കാണാൻ വേണ്ടി മാത്രം അല്ലാഹയെ സ്നേഹിക്കും. അതായത് സന്തോഷം വരുമ്പോൾ അല്ലാഹനെ മറന്നു, ആപത്ത് വരുമ്പോൾ